Hi friends, I am Rajesh from Calicut. ഞാൻ ഇതിനു മുന്നേ രണ്ട് വീഡിയോസ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഫസ്റ്റത്തേത് മൊബൈൽ ബസാർ എന്ന ഒരു വെബ്സൈറ്റ് ആയിരുന്നു. മൊബൈൽ യൂസ്ഡ് ആൻഡ് ഫ്രഷ് മൊബൈൽസ് കസ്റ്റമേഴ്സിന് തന്നെ അപ്ലോഡ് ചെയ്യാനും അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്ത മൊബൈൽസിൻ്റെ ഓണേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കാനൊക്കെ ആവശ്യമുള്ള ഒരു വെബ്സൈറ്റ് ആയിരുന്നു. മൊബൈൽ ബസാർ .com എന്നായിരുന്നു അതിൻ്റെ URL. അതുപോലെ തന്നെ രണ്ടാമത്തേത് ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ആയിരുന്നു. ഒരു VM ടെക്നോളജി ഇൻവെൻട്രീസ് മിനി ERP എന്നൊരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ആയിരുന്നു. അത് രണ്ടും C# ലാംഗ്വേജ് ഉപയോഗിച്ച് ചെയ്തതാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നത് എൻ്റെ ഒരു റെസ്യൂം ബിൽഡർ വെബ്സൈറ്റിൻ്റെ ഒരു പരസ്യ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിന് ഇതിൻ്റെ സോഴ്സ് കോഡ് വേണമെങ്കിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വെബ്സൈറ്റ് വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം ഇത് വിപണിയിൽ എത്തിക്കാനുള്ള സമയമായിട്ടില്ല. കാരണം ഇതിൻ്റെ അപ്ഡേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഫോമുകളിൽ അപ്ഡേഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഇത് വിപണിയിൽ എത്തിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്നിരുന്നാലും നിങ്ങളുടെയൊക്കെ വിലയേറിയ സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ എനിക്ക് മുന്നേറാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻഷാ അള്ളാ. അതുപോലെ തന്നെ ഈ വെബ്സൈറ്റ് ASP.NET MVC നിർമ്മിച്ചിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. MVC എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതേപോലെ തന്നെ ഇത് കൂടുതലും ഇതിൽ ലിങ്ക് ക്വറിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ലിങ്ക് ക്വറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. കൂടുതൽ മിനിമൈസ് ചെയ്തിട്ടുള്ള ക്വറിയാണ്. അതേപോലെ തന്നെ SQL ഉപയോഗിച്ചിട്ടുണ്ട്. ഡാറ്റാബേസ് SQL ആണ് ഉപയോഗിച്ചത്. SQL നോൺ നോൺ എക്സിക്യൂട്ട് സ്കെയിലർ ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻസേർട്ട് ക്വറിയൊക്കെ കൂടുതലും ലിങ്ക് ക്വറിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം ഇതിന് കോഡ് നമുക്ക് നെറ്റിൽ നിന്ന് ലഭിക്കാനുള്ള ഒരു പരിമിതി കാരണമാണ് എനിക്ക് ലിങ്കും SQLും ഉപയോഗിക്കേണ്ടി വന്നത്. കൂടുതലും ലിങ്ക് ക്വറിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെബ്സൈറ്റിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് വെബ്സൈറ്റ്. ജോബ് ഹണ്ട് എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. ഇതാണ് വെബ്സൈറ്റ്. ഇവിടെ നമുക്ക് അല്പം ഡിസൈൻസ് കാണാം. ഇതൊക്കെ കൂടുതൽ ഇമേജാണ്. ഇതൊന്നും ഞാൻ ഡ്രോ ചെയ്തതല്ല. ഇതൊക്കെ നെറ്റിൽ നിന്ന് കിട്ടിയ ഇമേജുകൾ അറ്റാച്ച് ചെയ്തതാണ്. ഇതൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. ഇതിൻ്റെ മുകളിൽ ഓവർഫ്ലോ മാതിരി അല്പം ചില എൻ്റെ ഡീറ്റെയിൽസും മറ്റ് ഡിസൈൻസും ഈ വെബ്സൈറ്റിനോട് അനുബന്ധമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമേജസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് വെബ്സൈറ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ആണ്. അതേപോലെ തന്നെ ഞാനൊരു ബിസിനസ് എക്സ്പേർട്ടാണ്. ഫുട്വെയർ ബിസിനസ് ആയിരുന്നു എനിക്ക്. ഇപ്പോൾ നിലവിൽ ചില സാമ്പത്തിക മാന്ദ്യം കാരണം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാ അത് എത്തിക്കുകയാണെങ്കിൽ നമുക്ക് വിപണിയിൽ ബിസിനസ്സുമായിട്ട് മുന്നേറാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു.
കറൻ്റ്ലി ഞാൻ ഫുട്വെയർ ബിസിനസ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സർവീസസ് എന്ന് പറയുന്നത് വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, വെബ് ഹോസ്റ്റിംഗ്, ക്യാപ്ഷൻസ് ആൻഡ് കൺസെപ്റ്റ്, ലോഗോസ്, ഓൺലൈൻ വെബ്സൈറ്റ്സ് ആൻഡ് സോഫ്റ്റ്വെയർ, അഡ്വൈസർ. അതേപോലെ തന്നെ ഈ വെബ്സൈറ്റിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ ഹോം പേജിൽ, ഇതിപ്പോൾ ഹോം പേജാണ്, ഈ ഹോം പേജിൽ നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാം. നേരെ ഇവിടെ ഏറോ മാർക്ക് കണ്ടില്ലേ, രജിസ്റ്റർ, ആദ്യം രജിസ്റ്റർ ചെയ്യാം. ഇവിടെ രജിസ്റ്റർ ചെയ്യാനും കുറച്ച് യൂസർ നെയിം, യൂസർ ഇമെയിൽ, പാസ്വേഡ്, ജെൻഡർ, മെയിലോ ഫീമെയിലോ എന്നുള്ളത്, അതുപോലെ തന്നെ ഇമേജും ചൂസ് ചെയ്യാം. ബ്രൗസ് ചെയ്തിട്ട് നമുക്ക് നെസസറി ഇമേജ് ഇവിടെ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ലോഗിൻ പേജിൽ പോകാം. ലോഗിൻ പേജിൽ പോയിട്ട്, ഇതാണ് ലോഗിൻ പേജ്, ഇവിടെ വന്നിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത പ്രകാരമുള്ള യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ട് നമുക്കിവിടെ ലോഗിൻ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മളെ എബൌട്ട് അസ് പേജിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് എൻ്റെ ഈ വെബ്സൈറ്റിൻ്റെ സ്വഭാവ സവിശേഷതകളും അതേപോലെ തന്നെ എൻ്റെ എക്സ്പീരിയൻസും ഒക്കെയാണ്. അതേപോലെ തന്നെ ഇവിടെ ഞാൻ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, ഈ വെബ്സൈറ്റ് വിപണിയിൽ എത്തിയാൽ ഉടനെ ഇതിന് പേയ്മെൻറ്റ് ഗേറ്റ്വേ ഒന്നും ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പേയ്മെൻറ്റ് ഗേറ്റ്വേ ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇവിടെ ഇഫ് ദിസ് വെബ്സൈറ്റ് റെസ്യൂം ആൻഡ് അവർ സർവീസസ് ആർ യൂട്ടിലൈസ്ഡ് ടു യു, നിങ്ങൾക്ക് പ്രയോജനമുണ്ടെങ്കിൽ ഞാനൊരു 150 റുപ്പീസ് ഞാൻ ഇതിൻ്റെ കോസ്റ്റായിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് ഒരു റെസ്യൂം ക്രിയേറ്റ് ചെയ്താൽ ആ റെസ്യൂമിന് വേണ്ടി, അതായത് ഒരാൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് എത്ര റെസ്യൂം വേണമെങ്കിലും പല ഡിസൈനിൽ വേണമെങ്കിലും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡിസൈനിൽ നമുക്ക് എത്ര വേണമെങ്കിലും പ്രിൻ്റ് എടുക്കാം. പക്ഷേ ഇത് ഒറ്റൊരു രജിസ്ട്രേഷന് അല്ല, ഒരു രജിസ്ട്രേഷനിൽ ഒരു റെസ്യൂമിൻ്റെ റേറ്റാണ് ഈ 150. ഈ 150 കമ്പൾസറി അല്ല, പക്ഷേ എൻ്റെ ഈ എൻ്റെ ഈ ഡെവലപ്മെൻറ്റ് ബേസ് ചെയ്തിട്ട് എനിക്ക് കുറച്ച് എക്സ്പെൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഒരു മനുഷ്യന് ലൈവ്ലിഹുഡ് ജീവിക്കാൻ വേണ്ടി നമുക്ക് പണം ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഇതിൽ ബാക്കി വരുന്ന കോസ്റ്റ് എനിക്ക് ജീവിക്കാനും ഉപയോഗപ്പെടുത്താം. അത് നിങ്ങൾക്ക് ഈ നമ്പറിൽ, എൻ്റെ ഈ നമ്പർ 9567841478 എന്ന നമ്പറിൽ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം, വാട്സപ്പ്, എല്ലാ പേയ്മെൻറ്റിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ പേ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇതിൽ കോണ്ടാക്ട് പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെൻറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേര്, ഇമെയിൽ, മൊബൈൽ, സബ്ജക്റ്റ്, കമൻറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. എനിക്കിവിടെ നോട്ടിഫിക്കേഷൻ വരും. പിന്നെ വരുന്നത് ഡിസൈൻസ് ആണ്. അതായത് ഇപ്പോൾ ചില മൾട്ടിനാഷണൽ കമ്പനീസ്, അതായത് ISO മാർക്കുള്ള വലിയ കമ്പനീസിൻ്റെ ഡിസൈനൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ഞങ്ങളെക്കാട്ടി നോളജ് ഉള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് എങ്ങനെ വേണമെങ്കിലും പ്രോഗ്രാമിംഗ് സൂം ചെയ്യാം. ഞാനെന്ന് പറയുന്നത് ഫുൾ ഫ്ലെഡ്ജിലായിട്ടുള്ളൊരു പ്രോഗ്രാമർ അല്ല. എന്നിരുന്നാലും എനിക്ക് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ഞാൻ ഈ വെബ്സൈറ്റ് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റെസ്യൂം ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രിവ്യൂ കാണാൻ പറ്റും. എൻ്റെ നോളജ് അവിടത്തേക്കൊന്നും എത്തിയിട്ടില്ല, കാരണം ഞാൻ സ്വയം ഡെവലപ്പ് ആവാണ്.
മറ്റുള്ളവരെ പഠിക്കുന്ന സമയത്ത് ഡിപ്പെൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ എനിക്ക് ഇൻ്റർനെറ്റ് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഡിസൈൻസ് എന്ന് പറയുന്നത്, ഈ വെബ്സൈറ്റിൽ ഒരു റെസ്യൂം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഇത്രയും റെസ്യൂമിൻ്റെ മാതൃകയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്യൂം ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതായത് റെസ്യൂം കംപ്ലീറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവസാന പേജിൽ റെസ്യൂമിൻ്റെ ഡിസൈന് ചോദിക്കും ഒരു കോംബോ ബോക്സിൽ. ആ കോംബോ ബോക്സിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡിസൈന് തിരഞ്ഞെടുക്കാം. ഡൗൺലോഡ് ബട്ടൺ അവിടെ തന്നെ ഉണ്ട്. ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോർമാറ്റുകളിൽ നിങ്ങളുടെ റെസ്യൂം PDF ഫയലായിട്ട് ലഭ്യമാണ്. ഇതൊരു ഫോർമാറ്റാണ്. ഇതിൻ്റെ ഫോർമാറ്റിൻ്റെ പേര് ഗ്രാജൽ എന്നാണ്. ജസ്റ്റ് ഓരോ പേരിട്ടുന്നുള്ളൂ. ഇതിന് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നുമില്ല. ഡിസൈൻസിന് ഓരോ പേരിട്ടുന്നുള്ളൂ. അതേപോലെ തന്നെ ഈ ഏറോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ഡിസൈൻ വരും. ഈ ഡിസൈനിൻ്റെ പേര് ലിനിയർ എന്നാണ്. ഇതൊരു ഡിസൈനാണ്. അതേപോലെ തന്നെ ഇത് വേറൊരു ഡിസൈൻ. ഇത് വിൻസർ എന്നാണ് ഈ ഡിസൈനിൻ്റെ പേര്. അപ്പോൾ ഇങ്ങനത്തെ മാതൃകയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റാസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലിപ്പോൾ ഒരു 10 ഡിസൈനോളം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വേറൊരു ഡിസൈന്. ഇതിൻ്റെ പേര് ജോബ് ഹണ്ട് നിയോ എന്നാണ്. അതേപോലെ തന്നെ ഇത് വേറൊരു ഡിസൈന്. ഇതിൻ്റെ പേര് കോമൺ എന്നാണ്. അതേപോലെ തന്നെ ഇത് മറ്റൊരു ഡിസൈനാണ്, ജോബ് ഹണ്ട് കോളം. ഇത് സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാതൃകയാണ്. പിന്നെ വരുന്നത് ഇതാണ്, റൺ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഒറ്റ പേജിലേ വരുന്നുള്ളൂ. നിങ്ങൾ ഇത്രയും ഡാറ്റാസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ മാതൃകയിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് വരുന്നത് എയ്സ് എന്നൊരു മാതൃകയാണ്. പിന്നെ ലാസ്റ്റ് വൺ വരുന്നത് ഈ ഒരു മാതൃകയാണ്, ജസ്റ്റ് എന്ന ഡിസൈനാണ്. അപ്പോൾ ഇത്രയാണ് ഡിസൈൻസിൽ വരുന്നത്. ഇനി നമുക്ക് ഈ വെബ്സൈറ്റിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ ആയി നമുക്ക് ലോഗിൻ ചെയ്യണം. ഞങ്ങൾ ലോഗിൻ ചെയ്ത് ഇവിടെ എനിക്കൊരു യൂസർ നെയിം പാസ്വേഡ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ലോഗിൻ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. രജീഷ് CP123 പാസ്വേഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. യൂസർ നെയിം നിങ്ങൾക്ക് സ്ട്രിങ് കൊടുക്കാം, ഇൻറ്റിജർ കൊടുക്കാം. അതേപോലെ തന്നെ പാസ്വേഡും സ്ട്രിങ്ങും ഇൻറ്റിജറും കൊടുക്കാം. ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിത് സൂക്ഷ്മമായി വീക്ഷിക്കുക.
ഗൈസ്, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജ് കിട്ടും. ഇതിൽ റെസ്യൂം ലിസ്റ്റ് എന്നൊരു ബട്ടൺസ് കാണാം. ഈ ബട്ടണിൽ പോയി കഴിഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ മേലെ ഹോവറിൽ പോയി കഴിഞ്ഞാൽ ഒരു പേജിലേക്ക് പോകും. ഇതാണ് റെസ്യൂം ലിസ്റ്റ്. റെസ്യൂം ലിസ്റ്റിൽ ഞങ്ങൾ എത്ര റെസ്യൂം ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത്രയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത്ര ഒരു പേജിൽ ഞങ്ങൾ മാക്സിമം 6 റോ ആണ് ഇവിടെ സെറ്റ് വെച്ചിട്ടുള്ളത്. 6 റോയിൽ കൂടുതൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പേജ് ലിസ്റ്റ് കാണാം. അതായത് സെക്കൻഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റോസിലുള്ള റെസ്യൂംസിൻ്റെ ഡീറ്റെയിൽസ് കാണാം. അതുപോലെ 3 കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റിലേക്കുള്ളത് കാണാം. ഇത്രയും ഫീച്ചേഴ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് ടു പ്രൊഫൈൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഹോം പേജിലെത്തും. ഇവിടെ നമുക്ക് പുതിയ റെസ്യൂം ആണെങ്കിൽ ഇവിടെ ഞങ്ങൾ ആഡ് ചെയ്ത് ഇങ്ങനെ പോകാം. ഇത് ഫുള്ള് ഈ ടെക്സ്റ്റ് ബോക്സും ഇമേജ് ബ്രൗസിംഗ് ഒക്കെ ഇമേജ് ഫയലൊക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ഇത് സബ്മിറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നേരെ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റേജ്, അതായത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഈ പ്രൈമറിയിൽ ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ട്. 1 2 3 4 5 6 7 8 ഫീൽഡ്സ് ഉണ്ട്. ഈ 8 ഫീൽഡ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് സബ്മിറ്റ് ബട്ടൺ കൊടുക്കാം. ഇവിടെ ഈ ഫീൽഡ് ആവശ്യമാണെന്നാണ് പറയുന്നത്. ഇവിടെ ചൂസ് ചെയ്യാം. ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് ഓക്കെ. ഇവിടെ പ്രശ്നം അതല്ല. അതായത് ദിസ് റെസ്യൂം ഓൾറെഡി എക്സിസ്റ്റ്, കൈൻഡ്ലി മേക്ക് ഡിഫറെൻറ്റ് ഡാറ്റ. അതായത് ഞങ്ങൾ ഈ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും മുമ്പ് എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വരും. അതായത് ഓൺലി വൺസ് എ റെസ്യൂം ഓഫ് എ കാൻഡിഡേറ്റ്. അതായത് ഒരിക്കൽ മാത്രമേ ഒരാൾക്ക് ഒരു ഫോൺ നമ്പറോ അല്ലെങ്കിൽ മറ്റു ഡാറ്റാസ്, പേര് പ്രശ്നമല്ല, മൊബൈൽ നമ്പർ പ്രകാരം ഒരു തവണ മാത്രമേ ഒരാൾക്ക് ഒരു റെസ്യൂം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമുക്കിവിടെ വേറൊരു നമ്പർ കൊടുക്കാം. എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ കൊടുക്കാം. അതായത് ഇവിടെയൊക്കെ ഞങ്ങൾ ബ്ലാങ്ക് ആക്കി ഇടുകയാണെങ്കിൽ ഇവിടെയൊക്കെ മെസ്സേജ് വരും. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ല, ഇവിടെ ദിസ് ഫീൽഡ് ഇസ് റിക്വയർഡ്. അപ്പോൾ ഞങ്ങൾ എല്ലാ ഫീൽഡും നിർബന്ധമാണ്. കാരണം എന്താ വെച്ചാൽ ഈ വെബ്സൈറ്റ് നിർമ്മിച്ചിട്ടുള്ളത് എൻറ്റിറ്റി ഫ്രെയിം വർക്കാണ്. മോഡൽ ക്ലാസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ എല്ലാ ഫീൽഡിലും പ്രത്യേകമായിട്ട് മെസ്സേജ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആണോ, ഞങ്ങൾ അടുത്ത പേജിലെത്തി. സെക്കൻഡറി ഡീറ്റെയിൽസ്, യു ആർ കംപ്ലീറ്റഡ് പ്രൈമറി ഡീറ്റെയിൽസ്. അപ്പം മൊബൈൽ നമ്പർ ഞങ്ങൾ യുണീക്ക് ആയിരിക്കണം. യുണീക്ക് ആണെങ്കിൽ മാത്രമേ അടുത്ത പേജിലേക്ക് അത് സേവ് ചെയ്തിട്ട് പോവുകയുള്ളൂ. ഇനി അടുത്തത് സെക്കൻഡറി ഡീറ്റെയിൽ ആണ്. സെക്കൻഡറി ഡീറ്റെയിലിൽ ഇത്രയും കാര്യങ്ങളുണ്ട്: ഫാദർ നെയിം, ജെൻഡർ, ഡേറ്റ്, ലാംഗ്വേജ് നോൺ, നാഷണാലിറ്റി, റിലീജിയൻ. അപ്പോൾ നമുക്കിത് ഫില്ല് ചെയ്തിട്ട് അടുത്ത പേജിലേക്ക് പോകാം.
ഓക്കെ ഗൈസ്, സെക്കൻഡറി ഡീറ്റെയിൽസിൽ ഇത്രയും ഫീൽഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന ഒരു പേജിലെത്തിയിട്ടുണ്ട്. ഇവിടെ ക്വാളിഫിക്കേഷൻ കൊടുക്കാം. ഞാൻ കുറച്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഹാവ് ഓൺലി 2 ഫീൽഡ്. അത് 2 ഫീൽഡ് എഡ്യൂക്കേഷൻ പേജിലുള്ളൂ. എൻ്റർ യുവർ ലാസ്റ്റ് ക്വാളിഫൈഡ് ക്ലാസ് ഓർ +2 ഓർ ഡിഗ്രി എക്സെട്ര. അതായത് +2 ആണ് നിങ്ങൾ ലാസ്റ്റ് എടുത്തതെന്നുണ്ടെങ്കിൽ +2 കൊടുക്കാം. ഡിഗ്രി ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ ഡിഗ്രി കൊടുക്കാം. ഇനി PG ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ PG കൊടുക്കാം. ലാസ്റ്റത്തെ മാത്രം മതി. എല്ലാം കൂടി ക്വാളിഫിക്കേഷനിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ SSLC, +1, +2, ഡിഗ്രി, PG എക്സെട്ര എക്സെട്ര അങ്ങനെ സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ഗ്രാജുവേഷൻ ഏതാണോ, പാസ്സായത് ഏതാണോ അത് കൊടുക്കാം. പിന്നെ വരുന്നത് ഈ കോളം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൽ എത്ര ജ്ഞാനം നേടി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സ് ഡീറ്റെയിൽസ് ഏതൊക്കെ കോഴ്സ് ചെയ്ത് മൊത്തത്തിൽ നിങ്ങൾക്ക് വിവരിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ മൾട്ടി ടെക്സ്റ്റ് ബോക്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ഫില്ല് ചെയ്യാം. എന്നിട്ട് അടുത്ത പേജിലേക്ക് പോകാം.
ഓക്കെ ഗൈസ്, ഇപ്പോൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഫീൽഡ്സ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സബ്മിറ്റ് കൊടുക്കാം. ഓക്കെ, ലാസ്റ്റ് വൺ പേജ് ആണ് വർക്ക് എക്സ്പീരിയൻസ്. ഇവിടെ സേവ്ഡ് സക്സസ്ഫുള്ളി പറഞ്ഞാൽ മുമ്പത്തെ ഈ പേജ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ടുള്ള മെസ്സേജ് ആണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഹൈഡ് ആവും. ഇനി വരുന്നത് ഈ ഒരു ഫീൽഡാണ്. ഇവിടെ വരുന്നത് വർക്ക് എക്സ്പീരിയൻസ് റെഫറൻസ് പേഴ്സൺ. അതായത് നമ്മളെ പരിചയമുള്ള ഒരാളുടെ പേരും ഫോൺ നമ്പറും ഇവിടെ മെൻഷൻ ചെയ്യണം. അതേപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസ്, നിങ്ങളുടെ ടോട്ടൽ എക്സ്പീരിയൻസ് വിവരിക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതിപ്പോൾ 2 years നിറ്റ് സോഫ്റ്റ്വെയർ കമ്പനി സീനിയർ ഡെവലപ്പർ, അങ്ങനെ ഏതൊക്കെ കമ്പനിയിൽ ഏതൊക്കെ പോസ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇവിടെ ഒന്ന് വിവരിക്കണം. ഇത് ഞാൻ കൂടുതൽ ടൈപ്പ് ചെയ്യുന്നില്ല, കാരണം സമയം ഒരുപാട് എടുക്കും. അതുകൊണ്ട് ഞാനിത് സംഗതി അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് സമയം ലാഭിക്കാം, എന്നാലും വീഡിയോയുടെ ദൈർഘ്യം കുറയും. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ റെഫറൻസ് പേഴ്സൺ, നമുക്ക് അടുത്തുള്ള അറിയുന്ന ഏതെങ്കിലും വ്യക്തിയുടെ പേര് ഫോൺ നമ്പർ കൊടുക്കാം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് സൈനുദ്ദീൻ എന്ന് കൊടുക്കുന്നുണ്ട്. ഫോൺ നമ്പർ കൊടുക്കുന്നത് 9696 കൊടുത്ത് എല്ലാ പേജിലും സബ്മിറ്റ് എന്നായിരുന്നു ബട്ടൺസിൻ്റെ പേര്. ലാസ്റ്റ് പേജ് ആയതുകൊണ്ട് ഇവിടെ ക്രിയേറ്റ് എന്നാണ് കൊടുത്തത്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ബയോഡാറ്റ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട പണിയേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും ആവശ്യമില്ല. നമുക്ക് ഇത്രയും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് എക്സീഡ് ആയി കഴിഞ്ഞാൽ മെസ്സേജ് വരുന്നതാണ്. ക്രിയേറ്റ് കൊടുക്കാം. ഇപ്പോഴും 744 ക്യാരക്ടറാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് 550യുടെയും 650യുടെയും ഇടയ്ക്ക് കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പം ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, 436 ആയിട്ടുള്ളൂ. ഞങ്ങൾ കൂടുതൽ ഡാറ്റാസ് ഉണ്ടെങ്കിൽ നമ്മളത് ഷോർട്ടാക്കിയിട്ട് ഒന്ന് ചുരുക്കിയിട്ട് കൊടുക്കണം. അബ്രിവിയേറ്റ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഉചിതമായിരിക്കും ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ,
അപ്പോൾ ഡാറ്റാസ് കറക്റ്റാണ്, സേവ്ഡ് സക്സസ്ഫുള്ളി. കൈൻഡ്ലി ക്ലിക്ക് റെസ്യൂം ലിസ്റ്റ് ലിങ്ക് ആൻഡ് വ്യൂ യുവർ ക്രിയേറ്റ് റെസ്യൂം. അതായത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെസ്യൂം ലിസ്റ്റിലേക്ക് പോകും. ഓക്കെ, ഈ റെസ്യൂം ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ റെസ്യൂം ലിസ്റ്റിൽ പോവാം. അപ്പോൾ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത റെസ്യൂം ഷാനവാസ് എന്ന് പറഞ്ഞ ആളെ പേരിലാണ്, അത് ഏറ്റവും ലാസ്റ്റിലാണ് ഉണ്ടാവുക. ഉണ്ടോ ഷാനവാസ്. ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത ലാസ്റ്റത്തെ റോലാണ് ഒക്കെ എടുക്കുന്നത്. ഇനി ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഡൗൺലോഡ് ചെയ്യാനുള്ള പേജിലേക്ക് എത്തും. നമുക്കത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഞങ്ങളുടെ ഡിസൈൻ ചൂസ് ചെയ്യുക. അപ്പോൾ ഡിസൈനിൽ എത്രയും ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡിസൈൻസ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് റെസ്യൂം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ PDF ഫയലായിട്ട് നമുക്ക് നമ്മുടെ റെസ്യൂം ഇതിൽ നിന്ന് പ്രിൻ്റ് എടുക്കാൻ പറ്റുന്നതാണ്. PDF ഫയലായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് സെക്ഷനിൽ ഡൗൺലോഡായി കിട്ടും. അപ്പോൾ നമുക്കൊന്ന് ഏതെങ്കിലും ഒരു ഡിസൈൻ സെലക്ട് ചെയ്യാം. അപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മെസ്സേജ് ബോക്സ് കാണിക്കും, ഇൻവാലിഡ് സെലക്ഷൻ. ഇതൊക്കെ മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെസ്സേജസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഈ വെബ്സൈറ്റ് റെസ്പോൺസീവ് ആണ്. ടാബ്ലറ്റിൽ, അതേപോലെ തന്നെ മൊബൈലിൽ, ഡെസ്ക്ടോപ്പിൽ, ലാപ്ടോപ്പിലൊക്കെ അതിൻ്റെ ഡിവൈസിനനുസരിച്ചിട്ട് ഇത് റെസ്പോൺസീവ് ആയിരിക്കും, ഇതിൻ്റെ കോളംസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ മെസ്സേജ് ബോക്സ് ഒക്കെ ഞാൻ മൊബൈൽ ഫ്രണ്ട്ലി ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യാൻ ഞങ്ങൾക്കൊരു കോമൺ അല്ലെങ്കിൽ ഗ്രാജുവൽ ലിനിയർ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഡൗൺലോഡ് റെസ്യൂം കൊടുക്കാം. അതുപോലെ തന്നെ താഴെ കണ്ടില്ല, ഞങ്ങൾ ഒന്നും കൂടി ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ താഴെ ഞങ്ങൾ കൊടുത്ത ഡാറ്റാസ് ശരിയാണോ അല്ലേ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ റെസ്യൂം ലിസ്റ്റിൽ പോയിട്ട് അവിടെ എഡിറ്റ് ബട്ടണിൽ കൊടുത്തു കഴിഞ്ഞാൽ ഏത് റോയിലാണോ ഞങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ടത് ആ റോ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ നമുക്ക് റെസ്യൂം ഡൗൺലോഡ് ചെയ്യാം. അതിനായി ഡൗൺലോഡ് റെസ്യൂം ബട്ടൺ കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് റെസ്യൂം ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടോ ഇവിടെ ഷാനവാസ് ലിനിയർ PDF, അതായത് ഷാനവാസ് പേര്, അതായത് ആരാണോ റെസ്യൂം ക്രിയേറ്റ് ചെയ്തത് അയാളെ പേര് ഷാനവാസ്, ഡിസൈൻ ലിനിയർ, അതായത് ഡിസൈനിൻ്റെ പേര് വരെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് കൊടുത്തതാണ്. അതായത് യൂസറിന് മനസ്സിലാക്കാൻ പറ്റണം ഏത് ഡിസൈനാണ് കൈൻഡ്ലി ഡൗൺലോഡ് ചെയ്തത് എന്ന് അതിന് വേണ്ടിയിട്ട് കൊടുത്തതാണ്. ഇനി ഇത് നമുക്ക് ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ
ഇത് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് കണ്ടില്ല, ഇതിൽ ഞങ്ങൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് വേണമെങ്കിൽ നിങ്ങളുടെ ഡാറ്റാബേസിൽ ശേഖരിച്ച് വെച്ചിട്ടുള്ള ഈ റെസ്യൂം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് എന്നാണോ ഡൗൺലോഡ് ചെയ്യുന്നത് അന്നത്തെ ഡേറ്റ് ഇവിടെ കാണും. അപ്പോൾ അതായത് അക്യുറേറ്റ്ലി എല്ലാം കറക്റ്റ് ആയിരിക്കും. പിന്നെ ഓരോരുത്തർക്കും ഓരോ ചോയ്സ് ആയിരിക്കും. ഈ ഡിസൈന് പോരാ, അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ഏതെങ്കിലും റെസ്യൂം ബിൽഡർ വെബ്സൈറ്റ് നോക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇത്രയും എൻ്റെ പ്രയത്നത്തിലൂടെ ഇത്രയും ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റാവുന്നെങ്കിൽ നിങ്ങളിത് അക്സെപ്റ്റ് ചെയ്യാം. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ എൻ്റെ ജീവിതം മുന്നോട്ട് പോകും. അതേപോലെ തന്നെ ഇതൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒറ്റ ലൈനിലായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ കറക്റ്റായിട്ട് ഇവിടെ വിസിബിൾ ആയിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണോ ആ ഡിസൈനിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ എത്രയും ഡിസൈൻസ് ഉണ്ട്. ഈ ഡിസൈനൊക്കെ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക, ഡൗൺലോഡ് റെസ്യൂം കൊടുക്കുക എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാതൃകയിൽ ലഭിക്കാവുന്നതാണ്. അത് നിങ്ങളിവിടെ ഡിസൈൻസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാതെ തന്നെ ആദ്യം മുൻകൂട്ടി ഡിസൈൻസ് നോക്കി അതിൻ്റെ പ്രകാരം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് വരുന്നത് എഡിറ്റ് സെക്ഷനാണ്. എഡിറ്റ് സെക്ഷനിൽ ഞാൻ നിങ്ങൾക്ക് അത് വിവരിച്ചു തരാം. അതിന് ബാക്ക് ടു റെസ്യൂം ലിസ്റ്റ് പോയി കഴിഞ്ഞാൽ ബാക്ക് ടു പ്രൊഫൈലിൽ പോകാം. ബാക്ക് ടു പ്രൊഫൈൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തത് എഡിറ്റ് പ്രൈമറി സെക്കൻഡറി എഡ്യൂക്കേഷൻ വർക്ക് എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ മുമ്പ് ക്രിയേറ്റ് ചെയ്ത പേജസ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് എഡിറ്റ് പ്രൈമറി, അതായത് പ്രൈമറി എഡിറ്റ് ചെയ്യുക. ഞങ്ങൾക്ക് ഏത് റോ ആണോ വേണ്ടത്, ഏത് റെസ്യൂമാണോ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തത്, അത് ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്യുന്നതായി എഡിറ്റ് ബട്ടൺ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് കൊടുക്കുക. ഇവിടെ നമുക്ക് ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തി അപ്ഡേറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ആ റോ അപ്ഡേറ്റ് ആയി. ദാറ്റ്സ് ഓൾ. ഇങ്ങനെ നമുക്ക് മറ്റുള്ള എല്ലാ പേജസും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങൾ ഓരോ വർഷം കൂടുമ്പോഴും
നിങ്ങളുടെ എക്സ്പീരിയൻസ് വർദ്ധിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ചിലപ്പോൾ വർദ്ധിക്കാം. നിങ്ങളുടെ എന്താ പറയുക, എബൌട്ട് അസ് പേജിൽ നിങ്ങളുടെ മക്കളുടെ വയസ്സ് വർദ്ധിക്കാം. അതൊക്കെ നിങ്ങൾ മുമ്പ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്ത് അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പുതിയ ഒരു സ്ഥാപനത്തിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ പുതിയ ഡാറ്റാസായി മാറി. അപ്പോൾ അത്രയും യൂസർ ഫ്രണ്ട്ലി ആണ് ഈ വെബ്സൈറ്റ്. ഇപ്പോൾ ഇത് ബാക്ക് ടു ലിസ്റ്റ് പോയി കഴിഞ്ഞാൽ അതേപോലെ തന്നെ കണ്ടില്ല, സെക്കൻഡറി ഇതൊക്കെ എഡിറ്റ് ഓപ്ഷൻ, അതേപോലെ തന്നെ എഡിറ്റ് വർക്ക് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ 4 പേജസിലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് മാറ്റം വരുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ചേഞ്ച് പാസ്വേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുക. അതായത് ഇത് നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. നിങ്ങളുടെ പാസ്വേഡ്, നിങ്ങളെ യൂസർ നെയിം, ഇതൊക്കെ നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇതും ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ എനിക്കിപ്പോൾ പാസ്വേഡ് മാറ്റണം. അപ്പോൾ ഞാൻ ചൂസ് ഫയൽ കൊടുത്തു. കാരണം ചൂസ് ഫയൽ ഇമേജസ് നമുക്ക് ഇവിടെ എടുത്തു വെച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മളൊരു ഇമേജ് സെലക്ട് ചെയ്ത് എന്നിട്ട് സേവ് ബട്ടൺ കൊടുക്കണം. അല്ലെങ്കിൽ പാസ്വേഡ് ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്. ഇപ്പോൾ നിലവിലുള്ള പാസ്വേഡ് 123 ആണ്. ഞാനിപ്പോൾ അതൊരു 124 കൊടുത്തു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, മൊബൈൽ ഫ്രണ്ട്ലി പോലത്തെ മെസ്സേജ് വരും, അപ്ഡേഷൻ ഈസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ മെസ്സേജ് ഹൈഡ് ആവും. അപ്പോൾ ഞങ്ങൾ കണ്ടില്ലേ ഇവിടെ 124 ആയി, പാസ്വേഡ് മാറിക്കഴിഞ്ഞു. ഇനി ഈ പാസ്വേഡും ഈ യൂസറിനെ വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ റെസ്യൂം വെബ്സൈറ്റിൻ്റെ ഉള്ള കാര്യങ്ങൾ. ഇതാർക്കെങ്കിലും ഇതിൻ്റെ സോഴ്സ് കോഡ്, ഇത് ASP.NET MVC ആണ്, കൺട്രോളറൊക്കെ ഉപയോഗിച്ച്, മോഡൽ വ്യൂ കൺട്രോളർ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാനൊരു ചെറിയൊരു കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ കോഴ്സിൻ്റെ ബേസ് വെച്ചിട്ട് പിന്നീട് ഞാൻ ലിങ്ക് ക്വറിയൊക്കെ ഉപയോഗിച്ച് നെറ്റിൽ കുറേ ബ്രൗസ് ചെയ്തിട്ടൊക്കെയാണ് ഇതിൻ്റെ കോഡുകൾ കളക്ട് ചെയ്തത്. ഒരു വർഷത്തെ പരിശ്രമം കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ആക്കിയത്. കാരണം മറ്റൊന്നുമല്ല, എനിക്ക് അതിൻ്റെ ഇടയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ജോബ് അന്വേഷിച്ച് ജോബിന് പോകാറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അതിൻ്റെ ഇടയിലൂടെയാണ് ഈ വെബ്സൈറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. അത് കാരണം എനിക്കൊരു വർഷം എടുക്കേണ്ടി വന്നു. ഇപ്പോഴും ഞാനിതിൽ വിജയകരമായിട്ട് ആണ് എന്ന് പറയുന്നില്ല. കാരണം ഇതിപ്പോഴും വിപണിയിൽ എത്തിച്ചിട്ടില്ല. അപ്പോൾ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് ഇത് വിപണിയിൽ എത്തിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ കുറച്ച് അപ്ഡേഷൻസ് ഇതിൽ ബാലൻസ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഓൾ ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ അതുപോലെ എൻ്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ വിട പറയുകയാണ്.